സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ 19 ആണ്. നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ മക്കളെ, നമ്മൾ എന്താണ് പ്രാദേശിക പാർട്ടികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ദേശീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്താകമാനം അല്ലെങ്കിൽ കൂടുതലായിട്ട് ജനസമ്മതിയുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്, വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി? അഥവാ രാഷ്ട്രീയ പാർട്ടികൾ എന്താ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അഥവാ നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികൾ അത്യാവശ്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുകയും മേധാവിത്വം പുലർത്തുകയും ചെയ്യുന്നു. ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന പൗരന്മാരുടെ സംഘടിതമായ ഗ്രൂപ്പിനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജനങ്ങളെ, ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ ഉതകുന്ന പൗരന്മാരുടെ സംഘടിതമായൊരു ഗ്രൂപ്പാണ് ഏത്? രാഷ്ട്രീയ പാർട്ടികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി നമുക്കതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ വേരിയസ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് കേട്ടോ. അപ്പോൾ എന്താണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്നതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ എന്തൊക്കെ നോക്കാം. രാഷ്ട്രീയ പാർട്ടികളെ എന്തായിട്ട്, അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകകക്ഷി സമ്പ്രദായത്തിൽ ഉതകുന്ന രാഷ്ട്രീയ പാർട്ടികളോ, ദ്വികക്ഷി സമ്പ്രദായത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളോ, ബഹുകക്ഷി സമ്പ്രദായത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിലപ്പോൾ നമുക്ക് ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ എണ്ണം അവിടെ നിലവിലുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കക്ഷി വ്യവസ്ഥയെ ഏകകക്ഷി, ദ്വികക്ഷി, ബഹുകക്ഷി എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം വൺ പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ഏകകക്ഷി സമ്പ്രദായം എന്താണെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത കക്ഷി സമ്പ്രദായമാണ് ഏകകക്ഷി സമ്പ്രദായം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ തുർക്കി, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ ഏകകക്ഷി സമ്പ്രദായം നിലവിൽ വന്നു. രണ്ടാം ലോക മഹായുദ്ധത്തോടെ ഏകകക്ഷി ഭരണം അവസാനിച്ചു. ഏകകക്ഷി ഭരണം സ്വേച്ഛാധിപത്യത്തിൻ്റെ മറ്റൊരു രൂപമാണ് കേട്ടോ. അപ്പോൾ സ്വേച്ഛാധിപത്യത്തിൻ്റെ മറ്റൊരു രൂപമായി നിലനിൽക്കുന്ന ഒന്നാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ഏകകക്ഷി സമ്പ്രദായം അല്ലെങ്കിൽ വൺ പാർട്ടി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി നമുക്ക് ഡബിൾ പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ബൈ പാർട്ടി സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് പ്രമുഖ കക്ഷികൾ മാത്രമുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാണ് ദ്വികക്ഷി വ്യവസ്ഥ. ഒരു കക്ഷി ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു കക്ഷി പ്രതിപക്ഷത്തായിരിക്കും. ഇംഗ്ലണ്ട്, കാനഡ, USA എന്നീ രാജ്യങ്ങളിൽ ദ്വികക്ഷി വ്യവസ്ഥയാണ് നിലവിലുള്ളത്. റിപ്പബ്ലിക്കൻ കക്ഷിയും ഡെമോക്രാറ്റിക് കക്ഷിയുമാണ് അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ കേട്ടോ. അപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടി മാത്രം നിലനിൽക്കുന്ന ജനാധിപത്യ രീതിയാണ് ഇത് പേരിൽ അറിയപ്പെട്ടത് ദ്വികക്ഷി പാർട്ടി സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി നമുക്ക് ബഹുകക്ഷി സമ്പ്രദായം അല്ലെങ്കിൽ മൾട്ടി പാർട്ടി സിസ്റ്റം എന്താണെന്ന് നോക്കാം. രണ്ടിലധികം രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥലങ്ങളിലാണ് ബഹുകക്ഷി വ്യവസ്ഥ നിലവിലുള്ളത്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് രണ്ട് പ്രബലമായ രാഷ്ട്രീയ കക്ഷികളാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും അല്ലേ. എന്നാൽ മാർക്സിസ്റ്റ് അതുപോലെ തന്നെ ഇതര തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഏത് പേരിൽ അറിയപ്പെട്ടത്? ത്രികക്ഷി രാഷ്ട്രീയ കക്ഷികൾ എന്ന പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ മക്കളെ, നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അതാണ് നമ്മൾ ഇനി എടുക്കുന്നത്. അപ്പോൾ ഡിസ്കസ് ദ മേജർ നാഷണൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന ദേശീയ പാർട്ടികളെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ, ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അഥവാ INC അല്ലേ. അപ്പോൾ 1885 A.O. ഹ്യൂം, അവിടെ നിന്ന് മക്കളെ നാട്ടിലൈൻ ചെയ്ത് കൊടുക്കണം. 1885 A.O. ഹ്യൂം അഥവാ അലൻ ഒക്ടേവിയൻ ഹ്യൂം സ്ഥാപിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ ബഹുജനശ്രദ്ധ ഇളക്കിവിടാനാണ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത്. മഹാത്മാഗാന്ധിയുടെയും
മഹാത്മാഗാന്ധി നേതൃത്വം ഏറ്റെടുക്കും വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പല വിജയപരാജയങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയപ്പെട്ടത് കേട്ടോ. സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ സാമൂഹിക ക്രമം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് പ്രതിജ്ഞ എടുത്തു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക നീതിയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ, സോഷ്യലിസം, മതേതരത്വം എന്നിവയാണ് നയിക്കപ്പെടുന്ന സാമൂഹ്യ ക്രമ പൊതുമേഖലയുടെ സ്വസ്ഥര വികസനത്തിന് കാരണമാകുമെന്ന് പാർട്ടി വിശ്വസിച്ചു. ഒരു സാമൂഹ്യ വിപ്ലവവും കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ജാതീയത, വർഗീയത, പ്രാദേശികത്വം മുതലായവ കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതേതര പാർട്ടി എന്ന പേരിലും ഏതറിയപ്പെട്ടു? കോൺഗ്രസ് അറിയപ്പെട്ടു കേട്ടോ. അങ്ങനെ 1969 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായൊരു പിളർപ്പുണ്ടായത്. അതിൻ്റെ ഫലമായി വ്യത്യസ്തങ്ങളായ രണ്ട് കോൺഗ്രസ് പാർട്ടികൾ രൂപം കൊണ്ടു. ഭരണ കോൺഗ്രസും സംഘടനാ കോൺഗ്രസും. ഭരണ കോൺഗ്രസിൻ്റെ നേതൃത്വം ശ്രീമതി ഇന്ദിരാഗാന്ധിയും സംഘടനാ കോൺഗ്രസിൻ്റെ നേതൃത്വം ശ്രീ കാമരാജിനുമായിരുന്നു. ജനതാ പാർട്ടി രൂപം കൊണ്ടപ്പോൾ സംഘടനാ കോൺഗ്രസ് പാർട്ടി അതിൽ ലയിക്കുകയുണ്ടായി. 1978 ജനുവരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാവുകയോ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണവിഭാഗം കോൺഗ്രസ്സുകാർ ഇന്ദിരാ കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായിരുന്നു ഒരു കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP. ജനാധിപത്യ പാർട്ടിയിലുണ്ടായ പിളർപ്പിൻ്റെ ഫലമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. കോൺഗ്രസ് ഐയുടെ പിന്തുണയോടെ നിലവിൽ വന്ന ചരൺ സിംഗ് മന്ത്രിസഭയിൽ കോൺഗ്രസ് കുറച്ചു ദിവസത്തിനു ശേഷം ഈ കോൺഗ്രസ് പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് ഈ മന്ത്രിസഭയും രാജിവെക്കേണ്ടി വന്നു. BJP ജനതാ പാർട്ടി ഗവൺമെൻറ്റിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഈ പാർട്ടിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാജ്പേയിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ BJP ഭരണകക്ഷിയായ കോൺഗ്രസ് ഐക്ക് ബദലായി ഒരു ദേശീയ കക്ഷി ആകാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനാധിപത്യത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ തന്നെ മറ്റൊരു പാർട്ടിയായിട്ട് വളർന്നു വന്നു? BJP വളർന്നു വരികയും ചെയ്തു കേട്ടോ. അങ്ങനെ 1950 ഡിസംബർ 30 ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന രാഷ്ട്രീയ സിദ്ധാന്തമായി അംഗീകരിക്കപ്പെട്ടു. ഇനി മക്കളെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. അപ്പോൾ തൊഴിലാളികളുടെയും കർഷകരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും പാർട്ടിയായിട്ടാണ് ഏതറിയപ്പെട്ടത്? CPI അറിയപ്പെട്ടത്. CPIയുടെ പ്രധാന ലക്ഷ്യം വ്യക്തി സ്വാതന്ത്ര്യവും പ്രസംഗ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യവും ഗവൺമെൻറ്റിനെ എതിർക്കാനുള്ള അവകാശം എന്നിവയാണ്. ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതോ CPIയുടെ ഒരു ലക്ഷ്യമാണ്. അങ്ങനെ പഞ്ചശീല തത്വങ്ങൾ അധിഷ്ഠിതമായ സമാധാനപരമായ സഹവർത്തിത്വമാണ് വിദേശരംഗത്തെ പാർട്ടി അവലംബിക്കുന്നത്. 1964 CPIയുടെ ഒരു പിളർപ്പിന് സാക്ഷ്യം വഹിക്കുകയോ പാർട്ടിയുടെ നാഷണൽ കൗൺസിലെ 32 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറി CPM എന്നൊരു പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഇനി മക്കളെ നമുക്ക് അടുത്തത് പറയാനുള്ളത് CPI. അപ്പോൾ CPI ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ മുന്നണിയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ സർവ്വസ്വേച്ഛാധിപത്യം സ്ഥാപിച്ച് സോഷ്യലിസവും കമ്മ്യൂണിസവും ഇന്ത്യയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് CPIൻ്റെ ലക്ഷ്യം. ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തികളും മാർക്സിസം ലെനിനിസത്തിൻ്റെ തത്വങ്ങളിൽ നയിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള ശരിയായ മാർഗം മാർക്സിസം ലെനിനിസം ആണെന്ന് വിശ്വസിക്കുന്നവരാണ് ആരെ? CPI എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ. ഇനി അടുത്ത നാഷണൽ പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി BSP. അപ്പോൾ ദേശീയ കക്ഷികൾ ഏറ്റവും പുതിയത് ബഹുജൻ സമാജ് പാർട്ടിയാണ്. 1984 ഏപ്രിൽ 14 കൻഷിറാം. മക്കളെ അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരാണ് ബഹുജൻ സമാജ് പാർട്ടി രൂപീകരിച്ചത്? കൻഷിറാം. അപ്പോൾ ദളിതരെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെയും ഉണർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ കക്ഷിയുടെ പ്രത്യയശാസ്ത്രം. പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം കോഡർ സംവിധാനം രൂപപ്പെടുത്തി ദളിതരെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും പാർട്ടികളാണ് ദേശീയ പാർട്ടികൾ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എസ് ക്വസ്റ്റ്യനാണ്. ഇതൊക്കെയാണ് ദേശീയ പാർട്ടികൾ. ഫസ്റ്റ് വൺ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി.
പിന്നെ ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലാസ്റ്റ് വൺ CPI, പിന്നെ ബഹുജൻ സമാജ് പാർട്ടി. മക്കളെ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. ഇനി നമുക്ക് 20ാമത്തെ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.